എന്താ സിവിൽ സർവീസ് എന്ന് പറഞ്ഞാൽ? all the employees who work under the central and state governments and public undertaking includes in this category. കേന്ദ്ര ഗവൺമെന്റിന്റെയും സംസ്ഥാന ഗവൺമെന്റിന്റെയും അതുപോലെ തന്നെ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെയും എന്നുവെച്ചാൽ സർക്കാർ ഉടമസ്ഥതയിലുള്ള സ്ഥാപനങ്ങളുടെയും കീഴിൽ വർക്ക് ചെയ്യുന്ന മുഴുവൻ ഉദ്യോഗസ്ഥരെയും കൂടെ ചേർത്താണ് ഇന്ത്യയിൽ സിവിൽ സർവീസ് എന്ന് വിളിക്കുന്നത്. It includes all the employees who works under the central government, state government and public service undertakings or public sector undertakings. നമുക്കിത് മൂന്നും തമ്മിലുള്ള ഒരു പ്രത്യേകത പരിശോധിച്ച് നോക്കാം. ആൾ ഇന്ത്യ സർവീസ്, ഞാൻ പറഞ്ഞു 3 തട്ടിലുണ്ടെന്ന്. ഓൾ ഇന്ത്യ സർവീസ്, അഖിലേന്ത്യ സർവീസ്, കേന്ദ്ര സർവീസ്, സംസ്ഥാന സർവീസ്. ഓൾ ഇന്ത്യ സർവീസ്, സെൻട്രൽ സർവീസ്, സ്റ്റേറ്റ് സർവീസ്. Classification. In the case of all India services, employees are recruited in national level. All India service in the case ദേശീയ തലത്തിലാണ് ഉദ്യോഗസ്ഥരെ തെരഞ്ഞെടുക്കുന്നത്. രണ്ടാമത്തെ കാറ്റഗറിയിലും അങ്ങനെയാണ്, സെൻട്രൽ സർവീസിലും അങ്ങനെയാണ്. എംപ്ലോയീസ് ആർ റിക്രൂട്ടഡ് അറ്റ് നാഷണൽ ലെവൽ. അപ്പൊ 2 തട്ടുകളിൽ ദേശീയ തലത്തിലാണ് തെരഞ്ഞെടുപ്പ്. ഏതൊക്കെ തട്ടുകളിൽ? ആൾ ഇന്ത്യ സർവീസിലും സെൻട്രൽ സർവീസിലും. അപ്പൊ സ്റ്റേറ്റ് സർവീസിൽ എങ്ങനെയായിരിക്കും? റിക്രൂട്ട്സ് അറ്റ് ദി സ്റ്റേറ്റ് ലെവൽ. സംസ്ഥാന തലത്തിലാണ് ഉദ്യോഗസ്ഥരെ തെരഞ്ഞെടുക്കുന്നത്. ഇത് 3ന്റെ പ്രത്യേകതകളാണ് പറയുന്നത്. ഇൻ ദ കേസ് ഓഫ് ആൾ ഇന്ത്യ സർവീസ് ആൻഡ് സെൻട്രൽ സർവീസസ്, 1ഉം 2ഉം സർവീസുകളിലെ റിക്രൂട്ട്മെന്റ്സ് വേർ മെയ്ഡ് or made on the basis of the central government, or recruitments are made by the central government or national level. ദേശീയ തലത്തിലാണ് ഈ 2 മേഖലകളിലേക്കുള്ളവരെ തിരഞ്ഞെടുക്കുന്നത്. എന്നാൽ whereas in the case of state service, recruitments are made in state level. ഇപ്പോൾ ആൾ ഇന്ത്യ സർവീസിന് എക്സാമ്പിൾ പറഞ്ഞാൽ ഒന്നാമത്തെ IAS, IPS തുടങ്ങിയവയൊക്കെ ആ വിഭാഗത്തിൽപ്പെടുന്നതാണ്. ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ്, ഇന്ത്യൻ പോലീസ് സർവീസ് ഒക്കെ ആൾ ഇന്ത്യ സർവീസുകളിൽ പെടുന്നവയാണ്. സെൻട്രൽ സർവീസിൽ പെടുന്നതിന് ഉദാഹരണമാണ് IFS, അതായത് ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസ്, IRS, ഇന്ത്യൻ റെയിൽവേ സർവീസ് തുടങ്ങിയവയൊക്കെ ഈ പറഞ്ഞ സെൻട്രൽ സർവീസിൽ പെടുന്നതാണ്. അപ്പൊ സെയിൽസ് ടാക്സ് ഓഫീസർ പോലെ ഉള്ള ആൾക്കാർ സ്റ്റേറ്റ് സർവീസിൽ പെടുന്നവരാണ്. ഇനി ആൾ ഇന്ത്യ സർവീസിൽ സെലക്ട് ചെയ്യപ്പെടുന്നവർ എവിടെ അപ്പോയിന്റ് ചെയ്യപ്പെടുന്നത്? ദേ ആർ അപ്പോയിന്റഡ് ഇൻ സെൻട്രൽ ഓർ സ്റ്റേറ്റ് സർവീസസ്. ഈ 2 മേഖലകളിലും അപ്പോയിന്റ് ചെയ്യും. ദേശീയ തലത്തിൽ അവരെ റിക്രൂട്ട് ചെയ്തിട്ട് സെൻട്രൽ ലെവലിലും സ്റ്റേറ്റ് ലെവലിലും അപ്പോയിന്റ് ചെയ്യും. അതാണ് ആൾ ഇന്ത്യ സർവീസിന്റെ പ്രത്യേകത. കേന്ദ്രത്തിലും സംസ്ഥാനങ്ങളിലും അവരെ അപ്പോയിന്റ് ചെയ്യും. എന്നാൽ സെൻട്രൽ സർവീസിലേക്ക് സെലക്ട് ചെയ്യുന്നവരെ സെൻട്രൽ സെക്ടറിൽ മാത്രമേ അപ്പോയിന്റ് ചെയ്യത്തുള്ളൂ. സ്റ്റേറ്റ് ലെവലിൽ റിക്രൂട്ട് ചെയ്യുന്നവരെ സ്റ്റേറ്റ് സർവീസിലേക്ക് മാത്രമേ പരിഗണിക്കൂ. ആൾ ഇന്ത്യ സർവീസ് എന്ന് പറയുമ്പോൾ സെൻട്രലിലേക്കും സ്റ്റേറ്റിലേക്കും പരിഗണിക്കും, അപ്പോയിന്റ് ചെയ്യും. സെൻട്രൽ സർവീസിലേക്കുള്ളവരെ സെൻട്രൽ മാത്രം അപ്പോയിന്റ് ചെയ്യുന്നു, സെൻട്രൽ സെക്ടറിൽ മാത്രം അപ്പോയിന്റ് ചെയ്യുന്നു, കേന്ദ്ര മേഖലയിൽ മാത്രം അപ്പോയിന്റ് ചെയ്യുന്നു. സ്റ്റേറ്റ് സർവീസിലേക്ക് റിക്രൂട്ട് ചെയ്യുന്നവരെ സ്റ്റേറ്റ് ലെവലിൽ മാത്രം അപ്പോയിന്റ് ചെയ്യുന്നു. അതിൽ 1ഉം 2ഉം വിഭാഗത്തിൽപ്പെട്ട, അതായത് ഞാൻ പറഞ്ഞു ആൾ ഇന്ത്യ സർവീസിലും സെൻട്രൽ സർവീസസിലും പെടുന്നവരെ റിക്രൂട്ടഡ് ബൈ ദി യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ. അവരെ തെരഞ്ഞെടുക്കുന്നത്, ആൾ ഇന്ത്യ സർവീസിലെയും സെൻട്രൽ സർവീസിലെയും അംഗങ്ങളെ തെരഞ്ഞെടുക്കുന്നത് UPSC ആണ്, യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ. യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷനാണ് ആൾ ഇന്ത്യ സർവീസിലേക്കും സെൻട്രൽ സർവീസിലേക്കും ഉള്ളവരെ തെരഞ്ഞെടുക്കുന്നത്. യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ എന്ന് പറയുമ്പോൾ ഒരു ബോഡിയാണ്.
ഈ പറഞ്ഞ 2 തട്ടിലേക്കുമുള്ള ജീവനക്കാരെ തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ബോഡിയാണ്. അതിലൊരു ചെയർമാൻ ഉണ്ടാവും. എന്നിട്ട് കാലാകാലങ്ങളിൽ തീരുമാനിക്കപ്പെടുന്ന അത്രയും മെമ്പർമാരും ഉണ്ടാകും, അപ്പോയിന്റഡ് ബൈ ദി പ്രസിഡന്റ്. UPSCയുടെ ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നത് ഇന്ത്യയുടെ പ്രസിഡന്റാണ്. ഹയസ്റ്റ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസ് ഓഫ് എ ഡിസ്ട്രിക്ട്, ഫോർ എക്സാമ്പിൾ ആൾ ഇന്ത്യ സർവീസിലെ നമുക്കറിയാം ഏറ്റവും ഉയർന്ന ഉദ്യോഗസ്ഥൻ എന്ന് പറയുന്നത് ഒരു ജില്ലയിൽ കളക്ടറാണ്. ആൾ ഇന്ത്യ സർവീസിലെ ഒരു ജില്ലയിലെ ഏറ്റവും ഉയർന്ന ഉദ്യോഗസ്ഥൻ എന്ന് പറയുന്നത് കളക്ടറാണ്. He is selected on the basis of civil service examination. സിവിൽ സർവീസ് എക്സാമിനേഷനിലൂടെയാണ്, സിവിൽ സർവീസ് പരീക്ഷയിലൂടെയാണ് കളക്ടറെ തെരഞ്ഞെടുക്കുന്നത്. അത്തരത്തിൽ സിവിൽ സർവീസ് കേഡറിൽപ്പെട്ട ഒരാളിനെയാണ് കളക്ടറായിട്ട് അപ്പോയിന്റ് ചെയ്യുന്നത്. അതായത് IAS എഴുതിയെടുത്ത സിവിൽ സർവീസ് പരീക്ഷയിലൂടെ IAS നേടിയ ആൾക്കാരെയാണ് കളക്ടർമാരെ, ഒരു ജില്ലയുടെ തലവനായ കളക്ടർമാരായി അപ്പോയിന്റ് ചെയ്യുന്നത്. എന്നാൽ സ്റ്റേറ്റ് ലെവലിലെ ഈ തെരഞ്ഞെടുപ്പ് നടത്തുന്ന ഘടകം എന്ന് പറയുന്നത് PSC ആണ്, പബ്ലിക് സർവീസ് കമ്മീഷൻ ആണ്. കേന്ദ്രത്തിൽ അത് UPSC ആണ്, യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ. സ്റ്റേറ്റ് ലെവലിൽ അത് പബ്ലിക് സർവീസ് കമ്മീഷൻ, PSC. The chairman and members of the PSC are appointed by the governor. മറ്റേ പ്രസിഡന്റ് ആണെങ്കിൽ PSCയില് ഗവർണറാണ് ചെയർമാനെയും അതിലെ അംഗങ്ങളെയും തെരഞ്ഞെടുക്കുന്നത്. Both these two are constitutional institutions. ഭരണഘടനാപരമായിട്ടുള്ള സ്ഥാപനങ്ങളായത്. നമ്മുടെ ഭരണഘടന പറഞ്ഞിട്ടുണ്ട്, ആൾ ഇന്ത്യ സർവീസിലേക്കും സെൻട്രൽ സർവീസിലേക്കും തെരഞ്ഞെടുപ്പ് നടത്തേണ്ടത് UPSC വഴിയായിരിക്കണം, സ്റ്റേറ്റ് സർവീസിലേക്കുള്ളത് PSC വഴിയായിരിക്കണം. ഇത് 2 ഭരണഘടനാ സ്ഥാപനങ്ങളാണ്, UPSCയും PSCയും. UPSC and PSC are Union Public Service Commission and Public Service Commission are constitutional institutions. ഭരണഘടനാ സ്ഥാപനങ്ങളാണ്. One of the major drawback of this system is delay in taking decision in the administrative field. ഇതിനൊരു പോരായ്മയുണ്ട്. ഭരണപരമായ തീരുമാനങ്ങൾ എടുക്കുന്നതിൽ ഡിലേ വരുന്നു, കാലവിളംബം വരുന്നു, താമസം വരുന്നു എന്നുള്ളതാണ്. ഒരു തീരുമാനം നടപ്പിലാക്കുന്നതിന് പലപ്പോഴും കാലവിളംബം ഉണ്ടാകുന്നു, അല്ലെങ്കിൽ താമസം ഉണ്ടാകുന്നു. ഡിലേ ഇൻ ടേക്കിംഗ് ഡിസിഷൻസ് ഇൻ ദി അഡ്മിനിസ്ട്രേറ്റീവ് ഫീൽഡ് ഈസ് വൺ ഓഫ് ദി ഡ്രോബാക്ക് ഓഫ് ബ്യൂറോക്രസി. ബ്യൂറോക്രസിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോരായ്മ അതാണ്. അപ്പൊ അത് ഒഴിവാക്കുന്നത്, ഇൻ ഓർഡർ ടു അവോയ്ഡ് ദിസ് ഡിലേ, ഗവൺമെന്റ് അഡോപ്റ്റഡ് സെവറൽ മെഷേഴ്സ്. ഫോർ എക്സാമ്പിൾ അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസ്, ധാരാളം ഭരണ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കിയിട്ടുണ്ട്. വാട്ട് ആർ ദി യൂസസ് ഓഫ് അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസ്? ഭരണ പരിഷ്കാരങ്ങളുടെ ഉപയോഗങ്ങൾ എന്തൊക്കെ? പരീക്ഷയ്ക്ക് ചോദിക്കാം. വാട്ട് ഈസ് ദി നീഡ് ഫോർ അഡ്മിനിസ്ട്രേറ്റീവ് റിഫോം? ഭരണ പരിഷ്കാരത്തിന്റെ ആവശ്യമെന്ത്? ഹൗ ടു അവോയ്ഡ് ദി ഡിലേ ഇൻ ടേക്കിംഗ് ഡിസിഷൻസ് ബൈ ദി ബ്യൂറോക്രസി? അങ്ങനെയൊക്കെ ചോദിക്കാം. ബ്യൂറോക്രസിയുടെ പ്രവർത്തനങ്ങളിൽ ഡിലേ വരുന്നത് നമുക്ക് എങ്ങനെ ഓവർകം ചെയ്യാം? ഫസ്റ്റ് വൺ, അതിന് ഉത്തരം കൊടുക്കുമ്പോൾ ഒന്നാമതായി പറയേണ്ടത്, ഫോർ ഇൻക്രീസിംഗ് ദി എഫിഷ്യൻസി ഓഫ് സർവീസസ്. പബ്ലിക് അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസിലൂടെ, ഭരണപരിഷ്കാരത്തിലൂടെ, അല്ലെങ്കിൽ ഭരണപരിഷ്കാര കമ്മീഷനെ നിയമിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ഭരണപരിഷ്കാരത്തിന് വേണ്ടിയിട്ടുള്ള സ്ഥാപനങ്ങൾ നിലകൊള്ളുന്നത് ഒന്നാമതായി. വാട്ട് ഈസ് ദി നീഡ് ഫോർ അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസ് എന്ന ചോദ്യത്തിന് ഉത്തരം എഴുതുമ്പോൾ ഒന്നാമതായി എഴുതേണ്ട ഫോർ ഇൻക്രീസിംഗ് ദി എഫിഷ്യൻസി ഓഫ് സർവീസസ്. സേവനങ്ങളുടെ എഫിഷ്യൻസി അല്ലെങ്കിൽ പ്രാപ്തി വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്.
കഴിവ് വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ പ്രധാനപ്പെട്ട ലക്ഷ്യം അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസിന്റെ ഭരണപരിഷ്കാരങ്ങളുടെ. ആ ലക്ഷ്യം നിറവേറ്റുന്നതിന് ഫോർ ദാറ്റ് there are administrative reform commissions at national and state levels. ഭരണപരിഷ്കാര കമ്മീഷനുകൾ കേന്ദ്രതലത്തിലും സംസ്ഥാന തലത്തിലുമുണ്ട്. അതിനായി കേന്ദ്രതലത്തിൽ നാഷണൽ ലെവലിലും സ്റ്റേറ്റ് ലെവലിലും അഡ്മിനിസ്ട്രേറ്റീവ് റിഫോം കമ്മീഷൻസ് ഉണ്ട്, ഭരണപരിഷ്കാര കമ്മീഷൻസ് ഉണ്ട്. ഭരണപരിഷ്കാര കമ്മീഷന്റെ പ്രവർത്തനങ്ങളുടെ ഒരു ഔട്ട്പുട്ടാണ്, പരിണത ഫലമാണ് ഇ ഗവേണൻസ്. ഇ ഗവേണൻസ്, വാട്ട് ഈസ് ഇ ഗവേണൻസ്? എന്താണ് ഇ ഗവേണൻസ് എന്ന് പറഞ്ഞാൽ? വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മളിപ്പോ ആ ഇ ഗവേണൻസിന്റെ കാലഘട്ടത്തിലാണ്. ഇറ്റ് ഈസ് ദി യൂസ് ഓഫ് ഇ ഗവേണൻസ് ഈസ് എ മെത്തേഡ് the use of electronic technology in administration. ഭരണപരമായ രംഗത്ത് ഇലക്ട്രോണിക് സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്ന രീതിയാണ് ഇ ഗവേണൻസ്. അതായത് മുമ്പേ പറഞ്ഞ ഡിലേ ഒക്കെ ഒഴിവാക്കുന്നതിന് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്ന ഒരു മാർഗമാണ് ഇ ഗവേണൻസ്. ഇ ഗവേണൻസ് ഈസ് ദി യൂസ് ഓഫ് ഇലക്ട്രോണിക് ടെക്നോളജി ഇൻ അഡ്മിനിസ്ട്രേഷൻ. ഭരണരംഗത്ത് ഇലക്ട്രോണിക് ടെക്നോളജി, ഇലക്ട്രോണിക് സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്ന രീതിയെയാണ് ഇ ഗവേണൻസ് എന്ന് പറയുന്നത്. എന്താ അതിന്റെ നേട്ടങ്ങൾ? വാട്ട് ആർ ദി അഡ്വാൻറ്റേജസ് ഓഫ് ഇ ഗവേണൻസ്, ഓർ വാട്ട് ഈസ് ദി ഇമ്പോർട്ടൻസ് ഓഫ് ഇ ഗവേണൻസ്? എന്താണ് ഇതിന്റെ നേട്ടം? ഇ ഗവേണൻസ് ഹെൽപ്സ് ടു ഗെറ്റ് സർവീസസ് ഈസിലി ഇൻ എ സ്പീഡി മാനർ. എന്റെ നേട്ടം അതാണ്. ഇറ്റ് ഹെൽപ്സ് ടു ഗെറ്റ് സർവീസസ് ഈസിലി ഇൻ എ സ്പീഡി മാനർ. നിഷ്പ്രയാസം വേഗത്തിൽ സേവനങ്ങൾ ലഭ്യമാകാൻ സഹായിക്കുന്നതാണ് ഇ ഗവേണൻസ്. ദാറ്റ് മീൻസ് ദിസ് ഇലക്ട്രോണിക് ടെക്നോളജി that is applied in government സെക്ടർ. ഗവൺമെന്റ് മേഖലയിൽ ഉപയോഗിച്ചിരിക്കുന്ന ഇലക്ട്രോണിക് സാങ്കേതിക വിദ്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേട്ടമതാണ്. ഗവൺമെന്റ് സർവീസസ് ക്യാൻ ഗെറ്റ് ഈസിലി ഇൻ എ സ്പീഡി മാനർ. നിഷ്പ്രയാസം വളരെ വേഗത്തിൽ ഗവൺമെന്റ് സേവനങ്ങൾ ലഭ്യമാകുന്നു. ഉത്തമ ഉദാഹരണം നമുക്ക് പറയാം. ഫോർ എക്സാമ്പിൾ, ദി സിംഗിൾ വിൻഡോ സിസ്റ്റം ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ദി ഹയർ സെക്കൻഡറി അഡ്മിഷൻ പ്രൊസീജിയർ ഒരു ഉദാഹരണമാണ്. അതായത് +1 അഡ്മിഷന് സ്വീകരിച്ചിരിക്കുന്ന നടപടി, ആ നടപടിക്രമം ഇത്തരത്തിലുള്ള ഇ ഗവേണൻസിന്റെ ഒരു ഉത്തമ ഉദാഹരണമാണ്. അപ്പോൾ ഒന്നാമത്തെ നേട്ടം ഞാൻ പറഞ്ഞു. വൺ ഓഫ് ദി മേജർ മെറിറ്റ് or advantage of e-governance is that to get government service easily in a speedy manner. Through this, everyone can receive service with the help of information technology. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഏതൊരു വ്യക്തിക്കും വിവര സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് സേവനങ്ങൾ ലഭിക്കുന്നു എന്നുള്ളതാണ്. എല്ലാവർക്കും ലഭിക്കുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട നേട്ടം എന്ന് പറയുന്നത് നീഡ് നോട്ട് വെയിറ്റ് ഇൻ ദി ഗവൺമെന്റ് ഓഫീസസ് ഫോർ സർവീസസ്. ഗവൺമെന്റ് ഓഫീസുകളിൽ, സർക്കാർ ഓഫീസുകളിൽ സേവനത്തിനു വേണ്ടി കാത്തു കെട്ടിക്കിടക്കേണ്ടി വരുന്നില്ല, കാത്തു നിൽക്കേണ്ടി വരുന്നില്ല. നീഡ് നോട്ട് വെയിറ്റ് ഇൻ ഗവൺമെന്റ് ഓഫീസസ് ടു ഗെറ്റ് ഗവൺമെന്റ് സർവീസസ്. ഗവൺമെന്റ് സേവനങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടി ഗവൺമെന്റ് ഓഫീസുകളിൽ ചെലവഴിക്കേണ്ടതായി വരുന്നില്ല സമയം. Government services are offered speedy and with less expense. ഗവൺമെന്റ് സേവനങ്ങൾ ഞാൻ മുമ്പേ പറഞ്ഞു വളരെ വേഗത്തിലും
കുറഞ്ഞ ചിലവിൽ ലഭിക്കുന്നു. ഗവൺമെന്റ് സർവീസസ് ക്യാൻ ബി ഗെറ്റ് സ്പീഡിലി വിത്ത് ലെസ് എക്സ്പെൻസ്. ചെലവും കുറവാ, വേഗത്തിലും ലഭിക്കുന്നു. എഫിഷ്യൻസി ഓഫ് ദി ഓഫീസസ് ആൻഡ് ക്വാളിറ്റി ഓഫ് ദി സർവീസസ് ഗെറ്റ് എൻഹാൻസ്ഡ്. ഓഫീസുകളുടെ സേവനം അല്ലെങ്കിൽ എഫിഷ്യൻസി പ്രാപ്തി വർദ്ധിക്കുന്നു, സേവനത്തിന്റെ ഗുണമേന്മയും വർദ്ധിക്കുന്നു. ഉത്തമ ഉദാഹരണമാണ്. ദ ബെസ്റ്റ് എക്സാമ്പിൾ ഓഫ് ഇ ഗവേണൻസ് ഈസ് അക്ഷയ സെന്റർ. ഒരുപാട് ഉദാഹരണങ്ങളുണ്ട് നമുക്ക് പറയാം. അക്ഷയ സെന്ററാണ് ഗവൺമെന്റ് സർവീസുകൾ ജനങ്ങളിലേക്ക് വേഗത്തിലും ചിലവ് കുറഞ്ഞു എത്തിക്കുന്നതിന് പ്രവർത്തിക്കുന്ന ഒരു പ്രധാനപ്പെട്ട താഴേറ്റത്തട്ടി പ്രവർത്തിക്കുന്ന പ്രധാനപ്പെട്ട കേന്ദ്രമാണ് അക്ഷയ സെന്ററുകൾ. അതാണ് അക്ഷയ സെന്ററിന്റെ ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യം. വേറൊരു പ്രധാനപ്പെട്ട ലക്ഷ്യമുണ്ട്. ഇറ്റ് ആൾസോ എയിംസ് മേക്കിംഗ് ദി പീപ്പിൾ ഇലിറ്ററേറ്റ്. ഇലിറ്ററേറ്റ് അല്ല, ഇലിറ്ററേറ്റ്. മറ്റൊരു പ്രധാനപ്പെട്ട ലക്ഷ്യം കൂടി അക്ഷയ കേന്ദ്രങ്ങൾക്കുണ്ട്. ഒന്ന് ഞാൻ പറഞ്ഞു, ടു ഗിവ് ഗവൺമെന്റ് സർവീസസ് സോ സ്പീഡിലി ആൻഡ് വിത്ത് ലെസ് എക്സ്പെൻസീവ്. വേഗത്തിലും കുറഞ്ഞ ചെലവിലും ഗവൺമെന്റ് സേവനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നതാണ് അക്ഷയ സെന്ററിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. അതുകൂടാതെ ജനങ്ങളെ ഈ ലിറ്ററേറ്റ് ആക്കാൻ, സാക്ഷരരാക്കാൻ, ഇലക്ട്രോണിക് സാങ്കേതിക വിദ്യയിൽ സാക്ഷരരാക്കാൻ, അതാണ് ഈ ലിറ്ററേറ്റ് എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് ദി അവയർനെസ് അബൌട്ട് ബേസിക് ഇൻഫർമേഷൻ അബൌട്ട് ഇന്റർനെറ്റ് ടെക്നോളജി. ഈ ലിറ്ററേറ്റ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നതാണ് ടു ക്രിയേറ്റ് അവയർനെസ്, അവബോധം ഉണ്ടാക്കുക, അറിവുണ്ടാക്കുക എബൌട്ട് ബേസിക് ഇൻഫർമേഷൻ ഓഫ് ഇന്റർനെറ്റ് ടെക്നോളജി. ഇന്റർനെറ്റ് സാങ്കേതിക വിദ്യയെക്കുറിച്ച് അടിസ്ഥാനപരമായ അറിവ് പകർന്നു നൽകുക എന്നതും അക്ഷയ സെന്ററുകളുടെ ലക്ഷ്യമാണ്. നെക്സ്റ്റ്, റൈറ്റ് ടു ഇൻഫർമേഷൻ, വിവരാവകാശം. വളരെ ഇമ്പോർട്ടന്റ് ആണ് ആധുനിക കാലയളവിൽ. റൈറ്റ് ടു ഇൻഫർമേഷൻ. Right to Information Act of 2005. An act was passed in the Parliament. Right to Information Act 2005. 2005 ഒരു നിയമം പാസാക്കി പാർലമെന്റ്. റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട്, വിവരാവകാശ നിയമം എന്ന് മലയാളത്തിൽ പറയും. 2005. As a result of the agitations that developed at various portions of India or our nation, നമ്മുടെ രാജ്യത്തിന്റെ വ്യത്യസ്ത പ്രദേശങ്ങളിൽ ഉയർന്നു വന്ന പ്രക്ഷോഭങ്ങളുടെ ഫലമായിട്ടാണ് 2005 റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് പാസാക്കിയത്. അതിന്റെ തുടക്കക്കാരെന്ന് പറയുന്നത് മസ്ദൂർ കിസാൻ ശക്തി സംഘടൻ ഓഫ് രാജസ്ഥാൻ. The first attempt or the first fruitful agitation for this right to information was made by Mazdoor Kisan Shakti Sangadan. രാജസ്ഥാനിലെ മസ്ദൂർ കിസാൻ ശക്തി സംഘടൻ എന്ന സംഘടനയാണ് വിവരാവകാശത്തിനു വേണ്ടിയിട്ടുള്ള പ്രക്ഷോഭത്തിന് നേതൃത്വം കൊടുത്തത്, അല്ലെങ്കിൽ ശക്തമായ തുടക്കം കുറിച്ചത്. മസ്ദൂർ കിസാൻ ശക്തി സംഘടൻ ഓഫ് രാജസ്ഥാൻ. As a result of the agitations, in 2005, an act was passed in the Parliament by name Right to Information Act. ഈ സംഘടനയുടെയും മറ്റും ഇതര സംഘടനകളുടെയും പ്രവർത്തന ഫലമായി അല്ലെങ്കിൽ പ്രക്ഷോഭങ്ങളുടെ ഫലമായി 2005 പാർലമെന്റിൽ ഒരു നിയമം പാസാക്കി, റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട്, വിവരാവകാശ നിയമം. എന്താ വിവരാവകാശ നിയമം എന്ന് പറയുന്നത്? ത്രൂ വിച്ച്, ദാറ്റ് മീൻസ് ത്രൂ ദിസ് റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട്,
we can collect information from any government office about its working. അതാണ് റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ടിന്റെ നേട്ടം. ത്രൂ ദിസ് റൈറ്റ് ടു ഇൻഫർമേഷൻ വി ക്യാൻ കളക്ട് ഇൻഫർമേഷൻ. ഈ വിവരാവകാശം അനുസരിച്ച് നമുക്ക് വിവരം ശേഖരിക്കാം. എവിടെ നിന്നും അവർ ശേഖരിക്കുന്നത്? ഫ്രം എനി ഗവൺമെന്റ് ഓഫീസ്, ഏതൊരു സർക്കാർ ഓഫീസിൽ നിന്നും, എബൌട്ട് ഇറ്റ്സ് വർക്കിംഗ്, അതിന്റെ പ്രവർത്തനത്തെക്കുറിച്ച്. ഏതൊരു സർക്കാർ ഓഫീസിന്റെയും പ്രവർത്തനത്തെ സംബന്ധിച്ച് ഏതൊരു സർക്കാർ ഓഫീസിൽ നിന്നും നമുക്ക് വിവരം ശേഖരിക്കാൻ സഹായിക്കുന്ന നിയമമാണ് റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട്. ത്രൂ റൈറ്റ് ടു ഇൻഫർമേഷൻ വി ക്യാൻ കളക്ട് ഇൻഫർമേഷൻ ഫ്രം എനി ഗവൺമെന്റ് ഓഫീസ് about the working of that office.